ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം PSC നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോയാലോ. 2025 ജൂണിൽ അഴീക്കൽ തീരത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയ കപ്പലിന്റെ പേരാണ് വാൻഹായ് 503. 2025 ജൂണിൽ അഴീക്കൽ തീരത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ വച്ച് കത്തിയ കപ്പലിന്റെ പേരാണ് വാൻഹായ് 503. കൊളംബോയിൽ നിന്ന് മുംബൈ നവശേവ തുറമുഖത്തേക്കുള്ള യാത്രാമധ്യേയാണ് തീപിടിച്ചത്. യാത്ര എവിടേക്കായിരുന്നു? കൊളംബോയിൽ നിന്ന് മുംബൈ നവശേവ തുറമുഖത്തേക്ക്. തീ അണയ്ക്കാൻ നിർണായക പങ്കുവഹിച്ച കപ്പലാണ് അഡ്വാൻറ്റീസ് വിർഗോ. തീ അണയ്ക്കാൻ നിർണായക പങ്കുവഹിച്ച കപ്പൽ അഡ്വാൻറ്റീസ് വിർഗോ. 2025 മെയ് 24 ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയ വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് MSC 3 എൽസ. 2025 മെയ് 24 ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയ വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് MSC 3 എൽസ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമാണ് ബഗ്ലിഹർ ഡാം. കൂടാതെ സലാർ ഡാമും ഇന്ത്യ അടച്ചിട്ടുണ്ടായിരുന്നു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമാണ് ബഗ്ലിഹർ ഡാമും സലാർ ഡാമും. പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത് ഇന്ത്യ ഉറി ഡാം തുറന്നുവിട്ടതോടുകൂടിയാണ്. ഉറി ഡാം തുറന്നുവിട്ടതോടുകൂടിയാണ് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കം ഉണ്ടായത്. സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് 2025 ഏപ്രിൽ 23 സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് 2025 ഏപ്രിൽ 23. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് ജീവനം പദ്ധതി. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ജീവനം. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് പറ്റിയവരുടെയും പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതി. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് പറ്റിയവരുടെയും പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതി. ഒറ്റത്തവണയായി 20,000 രൂപയാണ് നൽകുന്നത്. ഒറ്റത്തവണ 20,000 രൂപയാണ് നൽകുന്നത്. സർക്കാർ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ. സർക്കാർ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ. കാരുണ്യ പദ്ധതി ആരംഭിച്ചത് 2012 ലക്ഷ്യം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുക. പ്രതിവർഷം 5 ലക്ഷം രൂപയാണ് ലഭിക്കുക. അടുത്ത പദ്ധതിയാണ് നിരാമയ പദ്ധതി. ഭിന്നശേഷിക്കാർക്ക് കേരള സർക്കാർ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. 1 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് കേരള സർക്കാർ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. 1 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത്. അടുത്ത പദ്ധതിയാണ് സുഭിക്ഷ കേരളം. സംസ്ഥാനത്തെ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. സംസ്ഥാനത്തെ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 23ാം നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 23ാം നിയമ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ്.
ആരുടെ വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്? ഗുരജട അപ്പറാവു. ഗുരജട അപ്പറാവു. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് ദിവസവേതനക്കാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. ആരൊക്കെയാണ്? ദിവസവേതനക്കാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. ലക്ഷ്യം ഇന്ത്യയിലെ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളെ ഏകീകരിക്കുകയും ലളിതമാക്കുകയും ചെയ്യുക. ഇന്ത്യയിലെ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളെ ഏകീകരിക്കുകയും ലളിതമാക്കുകയും ചെയ്യുക. ഇത് നിലവിൽ വന്നത് 2020 സെപ്റ്റംബർ 28-നാണ്. 2020 സെപ്റ്റംബർ 28-ന്. കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പാരിതോഷികം ഈടാക്കുന്ന തുകയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500 രൂപ. റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന പാരിതോഷികം ഈടാക്കുന്ന തുകയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500 രൂപ. നിയമലംഘനം നടത്തിയ വ്യക്തി പിഴത്തുക നഗരസഭയിൽ ഒടുക്കിയ തീയതി മുതൽ 30 ദിവസത്തിലധികരിക്കാത്ത തീയതിക്കകം കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത വ്യക്തിക്ക് പാരിതോഷികം നൽകണം. എത്ര ദിവസമാണ്? 30 ദിവസം. റോഡപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന വ്യക്തിക്ക് 5000 രൂപ പാരിതോഷികം നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് ഗുഡ് സമരിറ്റൻ പദ്ധതി. റോഡപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന വ്യക്തിക്ക് 5000 രൂപ വരെ പാരിതോഷികം നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് ഗുഡ് സമരിറ്റൻ പദ്ധതി. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര പദ്ധതി അന്ത്യോദയ അന്ന യോജന. ഈ പദ്ധതി ആരംഭിച്ചത് 2000 ഡിസംബർ 25-നാണ്. പ്രതിമാസം 35 കിലോഗ്രാം ധാന്യമാണ് അവർക്ക് ലഭിക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പദ്ധതിയാണ് ഈ അന്ത്യോദയ അന്ന യോജന. മനസ്സിലായല്ലോ? ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിച്ച കേന്ദ്ര നടപടിയാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിച്ച കേന്ദ്ര നടപടിയാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ ഗംഗ ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച ദൗത്യം. ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമർ ഭൂകമ്പത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനായുള്ള ദൗത്യമാണ്. മ്യാൻമർ ഭൂകമ്പത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനായുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ ഏതാണ്? CR450. അത് പുറത്തിറക്കിയ രാജ്യം ചൈന. സുനിത വില്യംസും ബാരിവിൽ മോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരികെ എത്തിയ പേടകം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സുനിത വില്യംസും ബാരിവിൽ മോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരികെ എത്തിയ പേടകമാണ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 2025 യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ. അപ്പം ഓരോരുത്തരും അവരുമായി ബന്ധപ്പെട്ട ഐറ്റവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, മനു ഭാക്കർ ഷൂട്ടിംഗ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക് ഹൈജമ്പ്. ഡി ഗുകേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, മനു ഭാക്കർ ഷൂട്ടിംഗ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക് ഹൈജമ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങളാണ് പണിയാനൃത്തം, പളിയാനൃത്തം, മംഗലംകളി, ഇരുളനൃത്തം, മലപുലയ ആട്ടം. പണിയാനൃത്തം, പളിയാനൃത്തം, മംഗലംകളി, ഇരുളനൃത്തം, മലപുലയ ആട്ടം. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച AI ചാറ്റ്ബോട്ടാണ് ഡീപ് സീക്ക്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച AI ചാറ്റ്ബോട്ടിന്റെ പേരാണ് ഡീപ് സീക്ക്. ഗൂഗിളിന്റെ AI ചാറ്റ്ബോട്ട് ജെമിനി. ഗൂഗിളിന്റെ AI ചാറ്റ്ബോട്ട് ജെമിനി അഥവാ ബാർഡ് എന്നും പറയും. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ച നഗരം അമരാവതി. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ച നഗരം അമരാവതി. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ് പാലം. 2025 ജൂൺ 6-നാണ് നരേന്ദ്രമോദി ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഈ പാലത്തിന്റെ ഉയരം 359 മീറ്ററും നീളം 1315 മീറ്ററുമാണ്. ഉയരം 359 മീറ്ററും നീളം 1315 മീറ്ററുമാണ്. ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേ ശൃംഖലയുടെ ഭാഗമാണിത്. ഉധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേയുടെ ഭാഗമാണിത്. ബ്രോഡ്ഗേജ് റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ചെനാബ് പാലം. ബ്രോഡ്ഗേജ് റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ചെനാബ് പാലം.